ഹലോ ഗായ്സ്, പിങ്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, അമൃതം ലഡു. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ശർക്കര ഉരുക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ശർക്കര ഉരുക്കുന്നത് നിങ്ങൾ കാണുന്നത്. കാരണം അത് ഉരുക്കി ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉരുക്കി ആദ്യം വയ്ക്കുക. പിന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അമൃതം മിക്സും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിൽ 500 ഗ്രാം അമൃതം പൊടിയുടെ ഒരു പാക്കറ്റ് മൊത്തത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു തേങ്ങ ഫുള്ളായിട്ട് വേണ്ടി വരുന്നത്. നിങ്ങൾ കുറച്ച് എടുക്കുന്നുള്ളൂ വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങയും ശർക്കരയും എടുത്താൽ മതി. എന്നിട്ട് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അത് ഇട്ട പൊടി എന്തായാലും പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം നല്ല നൈസായ പൊടിയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. അത് നല്ല ഫ്ലെയിം നല്ല സിമ്മിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടാവുന്നത് വരെ മാത്രം ഇളക്കിയാൽ മതി. നല്ലവണ്ണം ചൂടാവണ്ട. ജസ്റ്റ് അതിൻ്റെ ആവി ഇങ്ങനെ കയറി നമുക്കിങ്ങനെ തൊട്ടാൽ പൊടിയിലിങ്ങനെ ചൂട് കുറച്ചിങ്ങനെ ജസ്റ്റ് ചൂടായിട്ടിരിക്കണം. അത്ര മാത്രം മതി. ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായിട്ടിരിക്കുക. അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നല്ലോണം ഈ പൊടിയിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് ഇനി ആ തേങ്ങയും കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ജാറെടുത്തതിന് ശേഷം തേങ്ങയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 തവണയായിട്ട് അരച്ച് അതിലേക്ക് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയ്ക്കണ്ട, കുറച്ചൊന്ന് ക്രഷ് ചെയ്ത പോലെ ആക്കിയിട്ട് എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ശർക്കര പാനി തന്നെ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആദ്യം തന്നെ ശർക്കര ഉരുക്കി പാനിയാക്കിയതിന് ശേഷം തണുപ്പിച്ചിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം അത് നമ്മൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല ചൂടോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ അരച്ചെടുക്കുക. കേട്ടോ, ഇങ്ങനെ ഇതൊരു തെരുതെരിപ്പ് വേണം, ഒരു ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയിൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായാലും ഇതാണ് മധുരമൊക്കെ അവരവർക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തതുകൊണ്ടാണ് 5 ശർക്കര വരെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എത്ര വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് എടുത്ത് ഇടണം. ഇനി അതിൽ അതുപോലെ തന്നെ ഈ ചിരട്ടയുടെ പൊട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കറക്റ്റായിട്ട് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഇത് ചങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇനി വീണ്ടും ആ ശർക്കരയുടെ പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും അങ്ങനെ യോജിപ്പിച്ചിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഇളക്കുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ ലഡു കുഴക്കുന്ന പോലെ നമുക്ക് എന്തായാലും കുഴക്കാൻ പറ്റില്ല. ആദ്യം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചെയ്യാം കേട്ടോ. സ്പൂൺ കൊണ്ട് ചെയ്യണവർക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാം. പക്ഷേ സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സമയം അങ്ങനെ ഇളക്കി കറക്റ്റ് ആക്കേണ്ടി വരും. കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ശരിക്ക് കുഴച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുഴച്ചിട്ട് ഇതേ പരുവത്തിലാക്കി എടുക്കണം. നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ച് ഒരു ഉണ്ട പിടിക്കാൻ പറ്റും. നമ്മൾ അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കില്ലേ, എള്ളുണ്ട അരിയുണ്ട അതുപോലെ അങ്ങനെ ഉണ്ടാക്കണ പോലെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചിട്ട് നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ബോൾസ് ആക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, അത് കട്ടായി പോയിട്ടോ, സോറി. അപ്പോൾ ഇതിങ്ങനെ ഇത്രയാണ് എനിക്ക് കിട്ടിയത്. ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് കുറേ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. കേടുവരില്ല, കുറേ ദിവസം വരെ യൂസ് ചെയ്യാം, കേടുവരുമൊന്നുമില്ല. ഒന്നിച്ചുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. സിമ്പിളല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ കൂടെ പറയൂ കേട്ടോ. കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും. ഓക്കേ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കില്ലേ? ഓക്കേ, ബായ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.
എന്നിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്നുള്ളത്.